പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജങ്കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ബാലാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബ്രഹ്മാവിൽ നിന്ന് അവധ്യത വരം വാങ്ങണം എന്ന് ചിന്തിച്ചതായ ഹിരണ്യകശിപു അത്തരം ഒരു വരം കിട്ടാത്തതിന് ചോദിക്കലോ കിട്ടലോ ഇല്ല എന്നുള്ളത് കൊണ്ട് ആരാലും വധിക്കപ്പെടാതിരിക്കാനും എവിടെയും വെച്ച് വധിക്കപ്പെടാതിരിക്കാനും എപ്പോഴും വെച്ച് സമയത്തിനെയും കാണിച്ചു വധിക്കപ്പെടാതിരിക്കാനുമുള്ള വരമാണ് ചോദിച്ചത്. ജീവനുള്ള വസ്തുക്കളെ കൊണ്ടോ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ടോ താൻ കൊല്ലാൻ പാടില്ല. ആകാശത്തും ഭൂമിയിലും വെച്ച് താൻ കൊല്ലപ്പെടാൻ പാടില്ല. രാവും പകലും താൻ കൊല്ലപ്പെടാൻ പാടില്ല. ദേശകാല കർത്താക്കളെ അതിക്രമിച്ചു, അഹങ്കരിച്ച്, എല്ലാവരെയും ദ്രോഹിച്ച്, ബ്രാഹ്മണ വിദ്വേഷം, ആരും വേദം പഠിക്കേണ്ട, ദാനം തപസ് മുതലായിട്ടത് വേണ്ട, ഉള്ള ഊർജിതമായിട്ടുള്ള ആർക്കും സഹിക്കാൻ തന്നെ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത സജ്ജനങ്ങളെ ദ്രോഹിച്ചു കൊണ്ടുള്ള ഒരു ഭരണപദ്ധതി ആരംഭിച്ചു. അതിനൊക്കെ കടിഞ്ഞാനിടാനായി കൊണ്ട് ഭഗവാൻ പ്രഹ്ലാദൻ എന്നൊരു പുത്രന് ജന്മം നൽകുകയാണ്. അതായത് ഹിരണ്യകശിപു ജന്മം നൽകി ഭഗവാന്റെ സങ്കല്പപ്രകാരം ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ജനിച്ചു. അനുക്ലാദൻ, ക്ലാദൻ, സംക്ലാദൻ എന്നീ 3 പുത്രന്മാരും അസുരന്മാർക്ക് യോജിച്ച സ്വഭാവക്കാരായിരുന്നു. പ്രഹ്ലാദൻ മാത്രം വളരെ ചെറുപ്പം മുതലേ അസുരന്മാർക്ക് ചേരാത്ത വിഷ്ണു ഭക്തി വളരെയധികം പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയുകയാണ്. എത്തക്രീഡനകോ ബാലോ, ആ ചെറുപ്പം കാലം മുതൽക്ക് തന്നെ, കളിക്കണ പ്രായം മുതൽക്ക് തന്നെ ഈ ഭക്തി, ഈശ്വരഭക്തി വളരെയേറെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ അസുരന്മാർക്ക് ചേരാത്തതായിട്ടുള്ള ഈ ഭക്തി ജഡവത്തൻ മനസ്തയാ കൃഷ്ണഗൃഹഗൃഹീതാത്മാനവേദ ജഗതി ഈദൃശം. ഈ ലോകത്തെ നമ്മൾ കാണുന്ന പോലെയല്ല കണ്ടത്. അതായത് ഓരോരുത്തരും ഓരോ ദൃഷ്ടിയിലാണ് ലോകത്തെ കാണുക. നിരീശ്വരവാദികൾ ഈ ലോകം ഭൗതികമാണ്, അതിലപ്പുറം വേറൊന്നുമില്ല എന്ന് കാണുന്നു. പക്ഷെ അതിന് പകരം പ്രഹ്ലാദൻ കണ്ടതൊക്കെ ഈശ്വരമയമാണ്. എല്ലാം ഈശ്വരസങ്കല്പം തന്നെ. ഈ ദൃശ്യം ഈ പോലെയല്ല കണ്ടത്, നമ്മൾ കാണുന്ന പോലെയല്ല, ഒക്കെ ഈശ്വരമയമായിട്ട് കണ്ടു. അധികം സന്തോഷിക്കുകയോ അധികം ദുഃഖിക്കുകയോ ചെയ്തില്ല. ഈ ആത്മബോധത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണെന്നാണ്. അവിടേക്ക് എത്തിയെന്ന് നമുക്ക് പറയാറാവണമെങ്കിൽ ഒരു ലക്ഷണം വേണം. അതെന്താ വെച്ചാൽ ഒരു സന്തോഷം വരുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയണം. സാധാരണ ബുദ്ധിമുട്ടുള്ള കാര്യം അത്. അതുപോലെ തന്നെ ഒരു ദുഃഖം വരുന്ന സമയത്ത് ദുഃഖിക്കുകയും വേണ്ട. ഇത് രണ്ടും സഹജമായി വന്നും മാറിയും അങ്ങനെ ഇരിക്കും. നോ ദിഗ്ന ചിത്തോ വ്യസനേഷു നിസ്പൃഹ. സന്തോഷത്തിൽ അധികം സന്തോഷിക്കുകയോ വ്യസനത്തിൽ ദുഃഖിക്കുകയോ ചെയ്യാതെ ഒന്നിനോടും അധികം ആഗ്രഹം ഇല്ലാണ്ടിരിക്കുക. അത് വേറൊരു കാര്യം. എന്തുണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന ഉപേക്ഷ, അതിനാണ് നിസ്പൃഹത്വം എന്ന് പറയുക. ആചാര്യന്മാർക്ക്, ശുഖമഹർഷിക്ക് ഒക്കെ അതുണ്ടായിരുന്നു. നിസ്പൃഹത്വം, ഇത്ര കിട്ടണം, ഇത്ര വേണം, ഇന്നതൊക്കെ വേണം എന്ന് ഒരു നിർബന്ധവും ഉണ്ടാവാതിരുന്നാലും ആത്മജ്ഞാനത്തിൻ്റെ ഒരു പടിയിലേക്ക് നമ്മൾ എത്തിയെന്ന് അർത്ഥമാണ്. ഉണ്ടായതായി നല്ല ഒന്നിനോടും ആഗ്രഹമില്ലാണ്ടിരിക്കുക. ആത്മാവിൻ്റെ ബോധത്തിൽ തൃപ്തരാവുക. നമുക്കൊരാത്മാവുണ്ട്, ശരീരമുണ്ട്, അതിൽ തന്നെ തൃപ്തരാവുക. അതിനെ നന്നാക്കാൻ വേറെ ഒന്നിനും കഴിയൊന്നുമില്ല. സന്തോഷത്തെ വർദ്ധിപ്പിക്കാനും കഴിയില്ല, ദുഃഖിപ്പിക്കാനും ഒന്നിനും കഴിയില്ല. ഈ ബോധത്തോടു കൂടിയിട്ടാണ് പ്രഹ്ലാദൻ കുട്ടിക്കാലം മുതൽക്കേ കുറച്ച് ഒരു പ്രത്യേക രീതിയിലാണ് വളർന്നത്. ഏറ്റവും പ്രധാനം ഗുണേരലം അസംഖ്യേർ മാഹാത്മ്യം തസ്യ സൂച്യതേ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി. ജന്മനാ തന്നെ ഉള്ളതായിരിക്കുന്ന ഭക്തി കൊണ്ട് ഉറക്ക ചിരിച്ചുകൊണ്ടും ഹരേ കൃഷ്ണ എന്ന് നാമം ജപിച്ചുകൊണ്ടും ചിരിക്കുക, കരയുക, ചില അലൗകികമായിട്ടുള്ള ചേഷ്ടകൾ ചിലപ്പോൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ഉൾപ്പുളക തൂഷ്ണി മാസ്തേ, മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. അതായത് ഈശ്വരനുമായിട്ട് നല്ലപോലെ അടുത്ത സമയത്ത് മനസ്സിൽ ആ ഭഗവാന്റെ സ്വരൂപം നല്ലപോലെ വിളങ്ങിയാൽ
ആരോടും ഒന്നും മിണ്ടാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവില്ല. വെറുതെ അസദാലാപം ചെയ്യുക, അതുകൊണ്ട് എന്താ ഇപ്പം കാര്യം? ആരോടും ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാതിരിക്കുക, ഒന്നും തന്നെ തർക്കിക്കാതിരിക്കുക, അതിലൊന്നും അല്ലല്ലോ ആനന്ദവും വിജയവും അതായത് നിലനിൽക്കുന്നത്, കൈവരുന്നത്. നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ആനന്ദത്തിൽ തന്നെ നമ്മൾ തൃപ്തരാവുക. അപ്പം അത്തരം പ്രകൃതിയോടുകൂടി കുറേ മിണ്ടാതിരിക്കുക. ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മത്തിൽ അത്ര വേഗം ആർക്കും കിട്ടാത്തതായ ആ ഭക്തി കൊണ്ട് യാതൊരു ദുസ്സംഗവും ഉണ്ടായില്ല. ഏറ്റവും നമുക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ദുസ്സംഗം എന്നാണ്. സത്സംഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്, കഴിച്ചു കൂട്ടാം, നമ്മൾ കേടൊന്നും വരില്ല സത്സംഗം ഇല്ല എന്നുള്ളത്. പക്ഷേ ദുസ്സംഗം കൊണ്ട് നമ്മൾ കേട് വരും എന്നാണ്. കുറേ കഴിയുമ്പോൾ ആ ചില ഗുണങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ ദുസ്സംഗഹീന അന്യശമം യഥാത്, ദുസ്സംഗഹീനനായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ദുർജനങ്ങളുമായിട്ട് ഇടപഴകാതെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനിൽ തന്നെ ഭക്തി വെച്ച് അധികം ഇടപഴകലില്ലാതെ ഒഴിഞ്ഞിരുന്നിട്ടും കൃഷ്ണനാമം ജപിച്ചിട്ടും ഈശ്വരഭാവത്തിൽ വർത്തിച്ചിട്ടും ഈ ലോകത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ധർമ്മോത്തര ചോദിച്ചു, അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതിരുന്നു അതൊക്കെ കണ്ടിട്ട്? ഹിരണ്യേശ്വരന് പറ്റിയ സ്വഭാവങ്ങളല്ലല്ലോ ഇതൊന്നും, അസുരന്മാർക്ക് പറ്റിയ സ്വഭാവമല്ല. അപ്പോൾ ആ കുട്ടിയെ നേരേക്ക് ഇരിക്കാനോ തിരുത്താൻ വേണ്ടിയിട്ടോ ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായില്ലേ? മാത്രമല്ല ഞാൻ കേട്ടിരിക്കുന്നത് ആ കുട്ടിയെ കൊല്ലാനടക്കം അച്ഛൻ നോക്കിയെന്നാണ്. ഏതൊരച്ഛനാ സാധാരണ നിലയ്ക്ക് തൻ്റെ പുത്രനെ കൊല്ലാൻ നോക്കുക? അത് ശരിയാണോ? ആണെങ്കിൽ അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നായി ധർമ്മപുത്രൻ ചോദിക്കണത്. ധർമ്മപുത്രനാണെന്നുള്ളൂ, കേൾക്കണത് അവിടെ കൂടിയിട്ടുള്ള അനവധി ഭക്തന്മാരാണ്. അപ്പോൾ പറഞ്ഞു അതൊക്കെ പറയാം കേട്ടോളൂ എന്ന് പറഞ്ഞു. പൗരോഹിത്യായ ഭഗവാൻ മൃതക്കാവ്യയിലാസുരൈ, ശുക്രാചാര്യരാണ് ശരിക്കും അസുരന്മാരുടെ ഗുരു. ആ ശുക്രാചാര്യർക്ക് 2 മക്കളുള്ളതാണ്, ചണ്ഡനും അമർക്കനും. അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടിയുടെ ഭക്തിയും ദേവസ്വഭാവവും ഒക്കെ കളയണം, അസുരന്മാർക്ക് പറ്റിയിട്ടുള്ള സ്വഭാവം ഉള്ളവനാക്കിയിട്ട് അവനെ മാറ്റാൻ ചണ്ടാമർക്കന്മാരോട് ഏൽപ്പിക്കുകയാണ്. ഈ ചണ്ടാഹേ അമർക്ക, കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നല്ല നാളും പക്കൊക്കെ നോക്കി ഏതാ ദിവസച്ചാ നോക്കിയിട്ട് കുട്ടിക്ക് വിദ്യാഭ്യാസം തുടങ്ങണം, വിദ്യാരംഭം തുടങ്ങണം. പിന്നെ കുട്ടിക്ക് ചില പ്രത്യേകതകൾ ഇടയ്ക്ക് നാഥൻ രാന്ന് യാന്നെണ്ണാന്നൊക്കെ പറയും, കൃഷ്ണാനും നാരായണ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ കുട്ടി പറയരുത്. അത് പറയാണ്ടാക്കാൻ എന്തൊക്കെ വേണ്ട വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്കി പറയണില്ല. ഊർജിതമായിട്ടുള്ള ശാസനം ആ ഗുരുപുത്രന്മാർക്ക് കൊടുത്തു. അവർ പേടിച്ചു, ഈ കുട്ടിയെ രക്ഷിച്ചാലും ബുദ്ധിമുട്ടാവും, രക്ഷിക്കാരുടെ കുട്ടി എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി എന്താണപ്പോൾ ചെയ്യുക? എന്തായാലും വിദ്യാഭ്യാസം ആരംഭിച്ചു. വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ ആരംഭിച്ചതായിട്ടുള്ള സമയത്ത് നാന്നും രാന്നും യാന്നും നാന്നും ഇടയ്ക്ക് നാമൊക്കെ പ്രഹ്ലാദൻ്റെ നാമെന്ന് ഇങ്ങനെ വരും. അതൊക്കെ ഗുരുനാഥന്മാർ പറയരുത്, ഇവിടെ അതൊന്നും പറ്റില്ല, അച്ഛൻ്റെ ചീത്ത കേൾക്കേണ്ടി വരും, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, ആരാ അവിടെ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറഞ്ഞ് അതിനെയൊക്കെ അവർ നിയന്ത്രിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കഷ്ടിച്ചൊരു ക്വാർട്ടർലിയൊക്കെ ഉണ്ടാവുന്ന കൂട്ടുക ഹിരണ്യശ്വതൻ്റെ കുട്ടിയെ മടിയിൽ വെച്ചു. പപ്രച്ഛ കത്യതാം വത്സാം അന്യതേ സാധു യത് ഭവാൻ, നീ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യം അച്ഛനെ കേൾപ്പിക്കൂ. പ്രഹ്ലാദൻ്റെ മനസ്സിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം അതന്നെയല്ലേ പുറത്തേക്കും വരിക. തത് സാധുമന്യേ അസുരവര്യ ദേഹിനാം സദാ സമുദ്വിഗ്നതിയാമസഗൃഹാൽ കിത്വാത്മപാദം ഗൃഹമന്ധകൂപംബനംഗതോ യത് ഹരിമാശ്രയേത. ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറയാച്ച അന്ധകൂപാണ്. ഭാഗികമായ ജ്ഞാനം അല്ലച്ച ഒട്ടും ജ്ഞാനമില്ലായ്മ എന്നല്ലാണ്ടേ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ശരിക്കും ആർക്കും ഇല്ല. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് ഇങ്ങനെ തിരിയണേക്കാളും നല്ലത് എന്താ അറിയോ? മനസ്സ് അതിൽ നിന്നൊക്കെ ഒന്ന് നിവർത്തിക്കുക. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ട് സർവേശ്വരനായിരിക്കുന്ന ഹരിയുടെ പാദത്തെ ആശ്രയിക്കുക, കഴിയുന്നതും ആ പാദത്തിൽ മനസ്സിനെ കൊടുക്കുക. എന്തിനാ ഈ
ആവശ്യമില്ലാത്ത സംസാര ബന്ധത്തിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ പഠിച്ചത് എന്ന് പറയുകയാണ് പ്രഹ്ലാദൻ. കേട്ടു. ആ ഗുരുപുത്രന്മാരെ ദഹിക്കണ പോലെ നോക്കി. ശത്രുവിലാണ് ബുദ്ധി. ഹിരണ്യകശിപുവിൻ്റെ ശത്രുവാണല്ലോ വിഷ്ണു. അതിനു വേണ്ടിയാണോ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്? അതുകൊണ്ട് വേണ്ട പോലെ ഒരവസരം കൂടി ഞാൻ തരാം. ഇനി ചോദിക്കേണ്ട സമയത്ത് കുട്ടി വേണ്ട പോലെ പറയണം. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ എന്തായാലും ഇനി പറയില്ല. പക്ഷേ പറയണത് ഇതിലും ഗംഭീരമായിട്ടാണ്. ഹരിയെ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി അങ്ങോട്ട് വിസ്തരിച്ചു ഇനി ചോദിക്കുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞത് സത്യമാക്കി പ്രഹ്ലാദൻ. എന്തായാലും ഇങ്ങനെയല്ല പറഞ്ഞത്, ഹരിയെ ആശ്രയിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്. ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഹിരണ്യകശിപു ഇങ്ങനെ നോക്കും എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കണം, എന്തൊക്കെയാണ് പഠിപ്പിക്കണം, ആരൊക്കെ അനുസരിക്കണം, ആരെങ്കിലും തനിക്ക് എതിരായിട്ടുണ്ടോ, അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ ഒക്കെ നോക്കണമല്ലോ. വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും തന്നെയാണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കണ രണ്ടാമർക്കന്മാർ പ്രഹ്ലാദ ഇതൊക്കെ നിന്നെ ആരാണ് പഠിപ്പിച്ചത്? ഞങ്ങൾ പഠിപ്പിച്ചതാ? ഞങ്ങളിതൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ അച്ഛനോട് പറയാൻ കിട്ടിയത്, തോന്നിയത്? വെറുതെ ഞങ്ങളെയും കൂടി എന്തിനാണ് ചീത്ത കേൾപ്പിക്കണത്? എങ്ങനെയാണോ വിദ്യാർത്ഥികൾ വേണ്ടത് എന്നൊക്കെ ആ ഗുരുപുത്രന്മാർ ശാസിച്ചു. അപ്പോഴും പ്രഹ്ലാദൻ അവർക്കുണ്ടോ മനസ്സിലാവണോ പ്രഹ്ലാദൻ്റെ വാക്കുകൾ? ആര് പഠിപ്പിച്ചു, എന്ത് പഠിപ്പിച്ചു, ഈ ആര്, എന്താ, എന്നുള്ള കാര്യം ഞാനെന്നും മറ്റൊരാൾ എന്നും ഉള്ള ബുദ്ധി ശരിക്കും ആത്മജ്ഞാനികൾക്ക് ഉണ്ടാവുമോ? ഭഗവാനുമായിട്ട് ഒരുമിച്ച് ചേർന്നാൽ പിന്നെ അവർക്ക് ഞാനെന്നും പരനെന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഭേദബുദ്ധിയൊക്കെ ഒന്ന് കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നും അവർ ചോദിക്കാനും പോയില്ല. കാരണം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ചോദിക്കാണ്ടിരിക്കുകയല്ലേ നല്ലത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഗുരുപുത്രന്മാർക്ക് മനസ്സിലാവണു? എന്തായാലും ഈ ഹിരണ്യകശിപുവിനെ തൃപ്തിപ്പെടുത്തണം. അത് ഗുരുപുത്രന്മാരുടെ ബാധ്യതയാണ്. അതേ സമയത്ത് പ്രഹ്ലാദനെ തിരുത്താനും വയ്യ. കേൾക്കണ്ടേ? പറഞ്ഞാൽ കേൾക്കണില്ല. പ്രഹ്ലാദനെ ശിക്ഷിച്ചാൽ ഹിരണ്യകശിപു ചീത്ത പറയും. പഠിപ്പിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ശിക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന്. അന്ന് തുടങ്ങിയത് അത്രയും കുട്ടികളെ ശിക്ഷിക്കാത്ത ഏർപ്പാട്. അതിന് മുമ്പേ ഇല്ല എന്ന് നല്ല ശിക്ഷ കൊടുത്തിരുന്നു. അന്ന് മുതൽക്ക് തുടങ്ങി. ഇപ്പം നിയമം അമെൻഡ് ചെയ്ത് ചുരുക്കാൻ പറയുക വെച്ചാൽ ഒരു മിഷ്യനായിട്ട് പഠിപ്പിക്കുക, കുട്ടികൾ മിഷ്യനായിട്ട് കേൾക്കും ചെയ്യുക. അല്ലാതെ ഒരു റോളും ഗുരുവിനും ഇല്ല, ശിക്ഷിക്കാനും പാടില്ല. അപ്പോൾ ഈ ഹിരണ്യകശിപുവിനെ കാണുമ്പോൾ ഇടയ്ക്ക് പിന്നാപ്പുറത്തുനിന്ന് അച്ഛനെ നോക്കാണ്ട് പ്രഹ്ലാദൻ നാരായണ, കൃഷ്ണ, ജനാർദ്ദന, ഗോവിന്ദ എന്നൊക്കെ ഇങ്ങനെ ചെല്ലും. അപ്പോൾ ഈ ഗുരുപുത്രന്മാർക്ക് പേടിയാവും. ഈശ്വരാ, തനിക്ക് നിങ്ങൾക്ക് പണി ഉണ്ടാക്കുകയാണ് ഈ പ്രഹ്ലാദൻ. എന്നാൽ ശിക്ഷിക്കാൻ പാടുമോ? ശിക്ഷിച്ചാലും കുഴപ്പമായി. കുട്ടിയെ തല്ലിയതിന് ചീത്ത കേൾക്കേണ്ടി വരും. പഠിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, തല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പം ഇവരെന്ത് ചെയ്തു? അത്രേ വടി ചൂരലൊക്കെ കയ്യിൽ വെച്ച് മേശപ്പുറത്ത് ഒരൊറ്റ അടി. കുട്ടികളൊക്കെ ഒന്ന് ഒന്നങ്ങോട്ട് ഞെട്ടാനും പേടിക്കാനും വേണ്ടിയിട്ടേ. ആരാ അവിടെ ഈ നാമമൊക്കെ ചോദിക്കണത്? ഇതൊന്നും ഇവിടെ കേൾക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലേ? ഇങ്ങനെയെങ്ങാനും കേട്ടാൽ ഈ അടിച്ചത് ഞാൻ മേശപ്പുറത്തല്ല അടിക്കുക, നിങ്ങളുടെ മേലായിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടടിയും കൂടി മേശപ്പുറത്താണ്ട് കൊടുത്തു. മേശപ്പുറത്ത് അടിച്ചപ്പോൾ ഇവർ വിചാരിച്ചു, ഓ ക്ലാസ് നോക്കുന്നുണ്ട് കേട്ടോ, സ്ട്രിക്റ്റായിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഹ്ലാദനെ തല്ലിയതുള്ള കുറ്റമുണ്ടോ? അതില്ലേ ഇനി. അങ്ങനെ നന്നേ പണിപ്പെട്ടു ഹിരണ്യകശിപുവിനെ അലോകിയാക്കാണ്ടിരിക്കാൻ. ക്ലാസ് നോക്കുന്നുണ്ടെന്ന് വരണം, ശിക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകണച്ചാൽ ഇങ്ങനെയൊക്കെ ചില സൂത്രം അവർ പ്രയോഗിച്ചു. മേശപ്പുറത്തടിച്ചാൽ പിന്നെ ആക്ഷേപമില്ലല്ലോ. അങ്ങനെ സൂക്ഷിച്ചിട്ടാത്രേ ആ ഗുരുപുത്രന്മാരവിടെ കഴിച്ചു കൂട്ടിയത്. എന്തായാലും ഒരു ഹാഫ് ഇയർലി വരെയൊക്കെ എത്തിയതായിട്ടുള്ള സമയത്ത് തൻ്റെ കുട്ടി ഇപ്പോൾ എവിടെ എത്തി എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു. പ്രഹ്ലാദാനുച്ചതാം ദാദാ സ്വതീതം കിഞ്ചിതുത്തമം കാലേനേതാവതായുഷ്മൻ യഥശിക്ഷത് ഗുരോർഭവാൻ. പ്രഹ്ലാദ കുട്ടി, നീ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പോൾ ഒന്ന് അച്ഛനെ കേൾപ്പിക്കൂ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പറയരുത്, വേണ്ട പോലെ പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ അല്ല പറയണത്. ഹരിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാണ്ടോ വല്ലവർക്കും മനസ്സിലാവണു. എന്നാൽ ഇനി സംശയമൊന്നും വേണ്ട, ഇക്കാര്യത്തിൽ വ്യക്തമാക്കി കളയാം എന്ന് പ്രഹ്ലാദൻ വിചാരിച്ചു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം,
സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിച്ചേർന്നബലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേതീതമുത്തമം. അച്ഛാ, എങ്ങനെയാണ് ഹരിയെ ആശ്രയിക്കുക? അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. അതാണ് ഈ ചോദ്യം പിന്നെയും വന്നത്. ഇനി ഏതായാലും ചോദ്യം വേണ്ട, കേട്ടോളൂ എന്ന് പറയുകയാണ്. ആദ്യം ഭഗവാന്റെ കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവണം എന്നാണ്. കേൾക്കണ കൂടിയിട്ടാണ് ഏതൊരാളും ഏതും ആദ്യം പഠിക്കുക എന്നാണ്. ഡ്രൈവിംഗ് ആണെങ്കിൽ ഒരു തിയറി ക്ലാസ് ഉണ്ടല്ലേ, തിയറി ക്ലാസ് കഴിഞ്ഞിട്ടേ വണ്ടി കൊടുക്കുള്ളൂ കയ്യിൽ. അപ്പോൾ ഏതും ആദ്യം കേൾക്കണം. എങ്ങനെ ഒരു കേട്ടിട്ടാണ് ചില സംഗതികൾ. കേൾക്കാതെ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ചെവി ഇല്ലാത്തവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കീർത്തനം, അത് കഴിഞ്ഞാൽ ഏറ്റുപറയലായി. ഭഗവാനെ നമ്മുടെ നാവുകൊണ്ട് കീർത്തിക്കുക. ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചിലതൊക്കെ ചെയ്യണം. നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കിടക്കുകയും കീർത്തിക്കണം എന്നുള്ളത് കേട്ടു ചെവിയുണ്ട്. പിന്നെ എന്താ ചെയ്യുക? നാവുകൊണ്ട് അത് ചെയ്യുക ആണ് കീർത്തനം. പിന്നെ മനസ്സുകൊണ്ട്, പിന്നെയൊക്കെ ഈ കേട്ടത് ചെയ്യലാണ്. പാദസേവനം, ഭഗവാന്റെ സ്വരൂപത്തെ സ്മരിക്കലാണ് സ്മരണം. ഭഗവാനെ സ്മരിക്കുക, അത് ധ്യാനം. കുറച്ചും കൂടി ശാസ്ത്രീയമാകുമ്പോൾ ധ്യാനമാവും. പിന്നെ പാദസേവനം, ഭഗവാന്റെ പാദസേവ എന്ന് പറഞ്ഞാൽ പൂജയാണ്. അതുപോലെ തന്നെ ശാസ്ത്രാദികളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്തും നമ്മൾ അനുസരിക്കുക. അനുസരിക്കലാണല്ലോ പാദസേവനം. ഒരാൾ പറഞ്ഞത് അപ്പടി അനുസരിക്കണതിനെ നമ്മൾ സേവനം എന്ന് പറയാം, സർവീസ്. പറഞ്ഞത് കേൾക്കുക. അപ്പോൾ ഗീതാദി ശാസ്ത്രങ്ങളിൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഭഗവാനെ സേവിക്കുക, പൂജിക്കുക, ക്ഷേത്രത്തിൽ മാല കെട്ടി അടിച്ചു വാരി ഇങ്ങനെയുള്ള ഈശ്വര സംബന്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനെ പാദസേവനം. അർച്ചനം, വന്ദനം, ദാസ്യം. നമ്മളൊരു ദിവസം ഒരു 108 നാമെങ്കിലും ചൊല്ലി ഒരു തുളസിപ്പൂവ് കൊണ്ട് ഭഗവാനെ അർച്ചിക്കണം എന്നാണ്. 108 തുളസിപ്പൂവെങ്കിലും എടുത്ത് ശ്രീകൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ, സനാതനായ നമ എന്ന് പറഞ്ഞൊരു കൃഷ്ണവിഗ്രഹമോ ഒരു ഫോട്ടോ വിളക്കോ വെച്ച് അതിൽ അർച്ചിക്കുക. അങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ മുഴുവനും ഇല്ലാണ്ടേക്കലാണ് ഈ നമ എന്ന് പറഞ്ഞാൽ. മാ എന്ന് പറഞ്ഞാൽ മമ എന്നാണ്. ഒരേ മാ പോയത് അത്രേ കാലം കൊണ്ട്. ഒന്നും എൻ്റെയല്ല, ഒന്നും ഞാനുമല്ല, എല്ലാം ഈശ്വരനാണ്, ഈശ്വരനല്ലാണ്ട് വേറൊന്നുമില്ല എന്ന ഭാവത്തിലാണ് ഈ നമ എന്ന് പറഞ്ഞ് നമ്മൾ അർച്ചിക്കുമ്പോൾ 108 നാമം കൃഷ്ണനാമം ചൊല്ലി അർച്ചിക്കാൻ 10 മിനിറ്റോ 12 മിനിറ്റോ ധാരാളം മതി. പക്ഷേ വലിയൊരു പൂജയുടെ ബലമാണ് അതുകൊണ്ട് കിട്ടുക. അർച്ചനം, അത് കൈകൊണ്ട് ഈശ്വരസേവ ചെയ്യണതിൻ്റെ ഭാഗമാണ്. പിന്നെ വന്ദനം. വന്ദനം എന്ന് പറഞ്ഞാൽ 2 കൈയും കൂട്ടി തൊഴുകലാവാം, നമസ്കരിക്കലും ആവാം. രണ്ടും വന്ദനത്തിൻ്റെ ഭാഗങ്ങളാണ്. വന്ദനം, ഈ 5 വിരലുകൾ ഇടത്തെ കൈയിൻ്റെയും വലത്തെ കൈയിൻ്റെയും കൂട്ടി യോജിപ്പിക്കുന്നതിൽ ഒരുപാട് ശാസ്ത്രീയ തത്വങ്ങളുണ്ട് എന്നാണ്. നമ്മുടെ എല്ലാവിധ അനുഷ്ഠാനങ്ങളും കുറേയൊക്കെ ശാസ്ത്രീയ അടിത്തറ ഉള്ളതാണ്. മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ലക്ഷ്യം വെച്ചിട്ടാണ് പല അനുഷ്ഠാനങ്ങളും. എന്നിട്ടേ ബാക്കിയുള്ളത് വശങ്ങളുള്ളൂ. പരക്കെ അനുഷ്ഠിക്കണമൊക്കെ നല്ലത് തന്നെയാണ്. വന്ദനം, ഈ 5 വിരലുകൾ 2 കൈയും കൂടി ആകുമ്പോൾ 10 വിരലായി. ഇത് യഥാക്രമം അതാത് വിരലിനോട് അതാത് വിരൽ ഇടത്തെ കൈയിൻ്റെ ഏത് വിരലാച്ചാൽ അത് ചേർത്ത് പിടിക്കുമ്പോൾ സ്പർശം എന്ന ഒരു വലിയ പ്രക്രിയയിൽ കൂടെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുകയും ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു എന്ന ഭാവനയിൽ വേണം ഈ തൊഴുകൽ. പിന്നെ നമസ്കരിക്കലും വന്ദനത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരവും പുരുഷന്മാർക്ക് സാഷ്ടാംഗ നമസ്കാരവുമാണ് വിധിച്ചിട്ടുള്ളത്. അതായത് 2 കാലടികളും കാൽമുട്ടുകൾ, അരക്കെട്ട്, മാറിടം, മൂക്ക്, നെറ്റി, 2 കൈകൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് പുരുഷൻ നമസ്കരിക്കുക. അഷ്ടാംഗം, അതാണ് സാഷ്ടാംഗം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അരക്കെട്ട് പൊന്തിച്ചിട്ടും അതുപോലെ നെറ്റിയിൽ കൈ വെച്ചിട്ടും വേണം. മാറിടം ആ സമയത്ത് നിലത്ത് മുട്ടില്ല. അപ്പോൾ മാറിടവും നെറ്റി മുട്ടാണ്ടിരിക്കാൻ കൈ വയ്ക്കണു. അരക്കെട്ട് പൊക്കിയിട്ടും 3 എണ്ണം കുറവാണ്. അത് ഭൂമിയിൽ മുട്ടുന്നത് അവരുടെ ശരീരശാസ്ത്രത്തിനനുസരിച്ചിട്ട് ഏകാഗ്രത കുറയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊഴിച്ച് പഞ്ചാംഗ നമസ്കാരം ഇതൊക്കെ വന്ദനത്തിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ ദാസ്യം, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൽ തന്നെയാണ്. എന്തെങ്കിലും മാല കെട്ട് ക്ഷേത്രത്തിൽ അടിച്ചുവാരി വൃത്തിയാക്കുക, ഏത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ വിളക്ക് തുടയ്ക്കുക, വിളക്ക് കൊളുത്തുക, മാല കെട്ടുക, അതിനുള്ള പ്രവൃത്തികൾ ചെയ്യുക. സഖ്യം, ആത്മനിവേദനം, ഭഗവാനുമായിട്ട് യോജിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. നമ്മൾ എവിടെ നിന്നാണോ പോകുന്നത് അവിടെ എത്തണം. അപ്പം മാത്രമേ ജീവൻ്റെ പരിഭ്രമത്തിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. ഈ ലോകത്തിൽ കടന്ന് തിരിയോടത്തോളം ഒരു ശാന്തി നമുക്കുണ്ടാവില്ല.
എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വന്നിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രതീക്ഷിച്ച പോലെ ആവില്ല പലതും സംഭവിക്കുക. അപ്പം ആ ഒരു പരിഭ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മളെ ലക്ഷ്യം ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടലാവണം. ഇനിയൊരു ജന്മം ഇവിടെ വേണ്ട, അത് ഉറപ്പിക്കലാണ് അത്രയും സഖ്യം. അതിനെന്ത് ചെയ്യണം? ആത്മനിവേദനം, തന്നെ ഭഗവാന് സമർപ്പിക്കണം. നമ്മളെങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണ് എന്നാവും അവസാന ഘട്ടത്തിൽ. നമുക്കതിൽ യാതൊരുവിധ അഭിപ്രായങ്ങളോ റോളുകളോ ആഗ്രഹങ്ങളോ ഇല്ല. ഈശ്വര നിശ്ചയത്തിനനുസരിച്ചിട്ട് ജീവിതമാണ് പോട്ടെ. അതാണ് ബന്ധുക്കൾ, അർത്ഥഗ്രഹ, പുത്രാദികൾ എന്നിവയിൽ ബന്ധിച്ചവനുലകിൽ നിൻ തത്വം അന്ധന് കാട്ടിയ കണ്ണാടി പോലെ വരും എന്ന് പറയണത്. ഭാര്യയാണ്, മക്കളാണ്, അവർക്ക് പണം സമ്പാദിക്കണം, അധർമ്മ മാർഗത്തിലായാലും വിരോധമില്ല. ഈ ചിന്തയൊക്കെ എന്താണ്? ഈശ്വരന് സമർപ്പണം ഇല്ലാത്തതുകൊണ്ടാണ്. സമർപ്പിച്ചു നോക്കൂ, അതിനൊരു വഴി ഉണ്ടാവും. എല്ലാവർക്കും ഒരു വഴി ആവണമെന്നില്ല, പലർക്കും പല വഴിയാവും ഉണ്ടാവുക. അത് തൃപ്തിപ്പെട്ടു ഇല്ലേ? കുചേലനാവട്ടെ മറ്റുള്ളവരാവട്ടെ, പണ്ടൊക്കെ ഇപ്പം ഇത്ര ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഇത്ര മാർഗമോ കണ്ടിട്ടാണോ ജീവിച്ചത്? ഇവരൊക്കെയും ജീവിച്ചു പോയിണ്ടല്ലോ ഈ ലോകത്തിൽ. ഒറ്റ ആൾ ഇത്ര കാശ് ബാങ്കിലിട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ബാങ്ക് തന്നെ ഇല്ല പണ്ട്, പക്ഷെ അവരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞു പോകാൻ ഒരു മാർഗം ഭഗവാൻ വെച്ചിട്ടുണ്ടാവും. അതിനെ വായ കീറിയിട്ടുണ്ടോ അതിനുള്ള എര അത് കണ്ടെത്തിക്കോളും എന്ന് പാക്കനാരുടെ ആ ഒരു പഴയ പ്രസിദ്ധമായിട്ടുള്ള കഥയിൽ പറഞ്ഞത്. അതാണ് ഇവിടെ ആത്മനിവേദനത്തിന് കുറേ അർത്ഥങ്ങളുണ്ട്. അതിന് പറയുക വെച്ചാൽ ഈശ്വരനിലാണ് സമർപ്പിക്കുക. നമുക്ക് വളരെ എളുപ്പമാവുകയും ചെയ്തു, ഈശ്വരൻ അവരെ കൊണ്ട് നടത്തുകയും ചെയ്യും. ഇല്ലാത്തവർ നമ്മളാണ് എല്ലാം എന്ന് വിചാരിക്കും. എന്നാൽ നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ മാറി നിൽക്കും. ഭഗവാൻ മാറി നിന്നാൽ നമ്മളെ കൊണ്ട് എന്ത് പിന്നെ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് അച്ഛാ, ഈ 9 വിധ ഭക്തികളിൽ കൂടിയിട്ട് ഭഗവാനിൽ എത്തുകയാണ് മനുഷ്യൻ്റെ കർത്തവ്യം എന്ന് ധീരതയോട് കൂടിയിട്ട് യാതൊരു ഭയവുമില്ലാതെ ആ പ്രഹ്ലാദൻ പറഞ്ഞു. കേട്ട സമയത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ക്രോധത്തോടും അരിശത്തോടും കൂടി ഗുരുപുത്രന്മാരെ നോക്കി ആ ഗുരുപുത്രന്മാരെ ശാസിക്കുകയാണ്. നോട്ടം കൊണ്ട് തന്നെ ശാസിച്ചു എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല, ഞങ്ങളിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി വേറൊരാൾ ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഇവർ വേറൊരുത്തിലേക്ക് പോയിട്ടുമില്ല രാജാവേ. എങ്ങനെയാണ് ഇത് പഠിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, മതിർന്ന കൃഷ്ണേ പരതസ്തോവ മിഥോ വിപത്തേത ഗൃഹപ്രധാനാം അതാന്തഗോപിർവിശദാന്തമിശ്രം പുനഃപുനഃചർവിത ചർവണാനാം. ഗുരുനാഥൻ പുസ്തകം പകുത്ത് കിട്ടിയിട്ടുള്ള ശ്ലോകങ്ങൾ 3 ശ്ലോകത്തിലത്തെ ഒരെണ്ണാണത്. അവിടെ പറയണം, മതിർന്ന കൃഷ്ണേ പരതസ്വതോവ. ഈ കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവൽ അത്ര എളുപ്പമല്ല കേട്ടോ എന്നാണ്. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരഭക്തി എന്ന് കൊടുക്കാം. ഭക്തികളിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷ്ണഭക്തി തന്നെ എന്ന് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പലർക്കും ദേവീ ഭക്തം ശിവഭക്തിയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവർക്ക് ആർക്കും കൃഷ്ണഭക്തി ഉണ്ടാവണമെന്നില്ല. കാരണം കൃഷ്ണഭക്തി ഉണ്ടായാൽ പിന്നെ അവർക്ക് ജന്മമില്ല. അതുകൊണ്ട് അത്ര വേഗമൊന്നും ഈ ഭക്തി ഉണ്ടാവില്ല. ഈ ഇല്ലാത്ത ആൾക്കാർ മറ്റൊരാൾക്ക് ഭക്തി ഉണ്ടാവുന്നതും സഹിക്കില്ല. അതാണ് ചർവിത ചർവണാനാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനാണ് അവർക്കിഷ്ടം. ഇതുവരെ എന്തൊക്കെ പറഞ്ഞോ അതന്നെ നാളെയും പറയുക, മറ്റന്നാളും പറയുക. പുതിയതായിട്ടൊന്നും പറയാനുണ്ടാവില്ല. ഇപ്പോൾ സീരിയലൊക്കെ ഇല്ലേ, ഒരു സീരിയലത്തെ പ്രമേയം തന്നെ മറ്റേ സീരിയൽ, ആ സീരിയലത്തെ പ്രമേയം മൂന്നാമതൊരു സീരിയൽ, ഇങ്ങനെ ചർവിത ചർവണം ചെയ്യാനായിരിക്കും ഇവർക്ക് താല്പര്യം. അപ്പോൾ ഭക്തി ഉണ്ടാവുന്നില്ല. പ്രണതേ പിതു സ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയാ ഏവ കിരർത്ഥമാനിന. വിഷ്ണുവിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഉള്ളിലേക്ക് നോക്കിയാലേ ഭഗവാനെ കാണൂ. അതുകൊണ്ട് ഈ ഹിരണ്യകശിപു വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞപ്പോൾ ഭഗവാൻ നല്ലൊരു സൂത്രം പ്രയോഗിച്ചു. അവൻ്റെ ഉള്ളിലാണ്ട് ഒളിച്ചു. അവിടേക്ക് നോക്കില്ല എന്ന് ഭഗവാന് നല്ലോണം അറിയാം. പണ്ട് ഈ പൈസ മക്കൾ കട്ടെടുക്കാണ്ടിരിക്കാൻ ഒരു സൂത്രം ചെയ്യുന്ന പഠിക്കുന്ന പുസ്തകത്തിൽ കൊണ്ടയ്ക്കും. അത് തുറക്കില്ല എന്ന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് പോലെ തൻ്റെ ഉള്ളിലേക്ക് നോക്കില്ല ഹിരണ്യകശിപു എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഭഗവാൻ എവിടെ ഒളിച്ചത്, അവൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചത്. ബാക്കിയൊക്കെ നോക്കും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നിട്ടോ അന്ധ യഥാന്തേ രൂപനീയമാന. കണ്ണ് കാണാത്ത ഒരാൾ കണ്ണ് കാണാത്ത മറ്റൊരാളെ വഴി കാണിച്ചാൽ എന്താ ഉണ്ടാവുക? അവനും കുഴി ചാടും, ഈ നയിക്കപ്പെട്ട ആളും കുഴി ചാടും. അതുപോലെ തനിക്കോ ഭക്തിയില്ല, വേറെ ആളെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുമോ? അതുമില്ല. ഇത് ലോകത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവമാണ്, പ്രത്യേകിച്ച് കലിയുഗത്തിലും. ഗണനേഷാം മതിത്താപതുരുക്രമാഗ്രിം പ്രശന്തി അനർത്ഥാവഗമോ യഥർത്ഥ മഹീയസം പാദരജോഭിഷേകം.
എന്നാൽ ഈ ഒരു ബോധം നമുക്ക് എങ്ങനെ കിട്ടും? കിട്ടാത്ത കാര്യം ഇപ്പം നേരത്തേക്ക് പറഞ്ഞത് മതിരുന്ന കൃഷ്ണയെ പരതസ്വതോവ എന്നാണല്ലോ പറഞ്ഞത്. ഉണ്ടാവില്ല. അപ്പം ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഭക്തന്മാരുടെ കാക്കൽ വീണ് നമസ്കരിക്കാൻ സാധിക്കണം. എളുപ്പമല്ല കേട്ടോ. അതും ഒരാളെ നമസ്കരിക്കാൻ പറഞ്ഞു നോക്കൂ, എല്ലാവരും നമസ്കരിക്കുമോ? തോന്നില്ല. നമ്മുടെ ഗുരുനാഥൻ പറയുന്ന കാര്യം 2 കാര്യമാണ്. ഒരാളെ നമസ്കരിക്കാൻ മടിയില്ലാണ്ടായാലും നാമം ഇഷ്ടം പോലെ ചെല്ലാറായാലും 70% അയാൾ പാസ്സായി എന്നർത്ഥം. ബാക്കി ഉണ്ടാക്കണ്ടു. നമസ്കരിക്കുക കുട്ടി, അപ്പാണ് നമസ്കരിക്കാറാവുക. നാമം ഇഷ്ടം പോലെ ചെല്ലാറാവുക. ഇത് 70% ജയിച്ചു എന്നാണ്. ബാക്കി പിന്നെ ഉണ്ടാക്കണ്ടു. എളുപ്പമാണോ? ആരുടെയെങ്കിലും നാമം സദാനാമം വരുന്നുണ്ടോ നോക്കി നോക്കൂ. നമസ്കരിക്കാനൊക്കെ ചിലർക്കൊക്കെ നല്ല മടിയുള്ളവരുണ്ട് കേട്ടോ. ചിലർക്ക് അത്രയും ഇല്ല. ചിലർക്ക് തോന്നണം പതി. കാരണം ഈ വിനയം ഉണ്ടാവുക, നമസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സാധനമായിട്ടും കൂടി ചിലർ പറയും. അത് ശീലിക്കുക. അതാണ് മഹീയസാം, മഹത്തുക്കളുടെ പാദത്തിൽ പോയിട്ട് വീണാൽ തന്നെ ഉണ്ടാവും. കാരണം അവർ കുറേ ആൾ നമസ്കരിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി വേറുള്ളവരെ നമസ്കരിക്കും. ഈ നമസ്കാര ബുദ്ധി, വിനയബുദ്ധി, സമർപ്പണ ബുദ്ധി, മഹീയസാം പാദരജോഭിഷേകം, മഹത്തുക്കളുടെ പാദത്തിൽ കടന്നുരുണ്ട് ആ പാദധൂളികൾ നമ്മുടെ ചിരത്തിലേൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭക്തി തന്നെ ഉണ്ടാവും. അച്ഛാ, അല്ലാതെ കണ്ടൊന്നും ഉണ്ടാവില്ല എന്നങ്ങനെ പറയുകയാണ്. ദേഷ്യം വന്നു. ഹിരണ്യേശുവിന് സഹിച്ചില്ല. മടിയിൽ വലിച്ചാണ്ട് എറിഞ്ഞു. പർവ്വതങ്ങളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞിട്ടും സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടും ശൂലം കൊണ്ട് കുത്തിയിട്ടും ആനയെ കൊണ്ട് ചവിട്ടിച്ചിട്ടും പലവിധ വധോപായങ്ങൾ, ഗംഭീര കൂറ്റന്മാരായിട്ടുള്ള ഭടന്മാരുണ്ട് അവിടെ, നല്ല വ്യായാമമൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചിട്ടും ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കിയിട്ടും ഒന്നും യാതൊരു കുഴപ്പമില്ലാണ്ട് ഭഗവാനാണ് ഇപ്പോൾ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രഹ്ലാദന് യാതൊരു കുഴപ്പമുണ്ടാവേണ്ട രക്ഷപ്പെട്ടു. പരേ ബ്രഹ്മണ്യനിർദ്ദേശിയെ, പറയാൻ സാധിക്കാത്തതായിട്ടുള്ള ഈശ്വരനിൽ സദാ മനസ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹിരണ്യകശിപു ചോദിച്ചു, ആരാണ് നിനക്ക് പിൻബലം? ഇതൊക്കെ ചെയ്തിട്ടും നിന്നെ കൊല്ലാൻ കഴിയണില്ലെങ്കിൽ എന്തോ ഒരു ദുർമൂർത്തി സേവയോ എന്തെങ്കിലും ഒരു പ്രത്യേക ശക്തിയോ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണു. അതറിഞ്ഞിട്ട് എനിക്ക് അയാളെയും കൊല്ലണം, നിന്നെയും കൊല്ലണം. അതുകൊണ്ട് പറയുക, ആരാണ് നിനക്ക് ബലം? 5 വയസ്സായ കുട്ടിക്ക് ചക്രവർത്തിയായിട്ടുള്ള എന്നോട് എതിർക്കാനുള്ള ബലമോ എത്ര ധൈര്യമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരാണ് നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയണം എന്നും പറഞ്ഞ് വരുണപാശത്തിൽ ബന്ധിച്ചിടുകയാണ്. വരുണപാശത്തിൽ നിന്ന് ശരീരം ഇങ്ങനെ തുളച്ച് കെട്ടുക. വേദന അനുഭവിക്കട്ടെ, വെറുതെ കെട്ടില്ല, തുളച്ചിട്ട് ഇങ്ങനെ കെട്ടുക. അപ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും. അപ്പോൾ ആ വേദന സഹിച്ചിട്ടെങ്കിലും തൻ്റെ വശത്ത് വരട്ടെ എന്ന് പറഞ്ഞ് വരുണപാശം കൊണ്ട് ബന്ധിച്ച് ആ പ്രഹ്ലാദനെ അവിടെ ഇട്ടു. ആ സമയത്ത് മറ്റു കുട്ടികളോടൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ഈ പ്രഹ്ലാദനെ വിഷ്ണുഭക്തി ഇല്ലാത്തവനാക്കാനും തൻ്റെ ഭാഗത്തേക്ക് ആക്കാനും ശ്രമം നടത്തുകയാണ് ഹിരണ്യകശിപു. അതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് ഇനി പറയാൻ പോണത്. വേറൊരു ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.